ഒരു പർദ്ദയിട്ട് ഇപ്പൊ ഏതോ ഒരുത്തൻ റെസ്റ്റോറന്റിലിരുന്ന് നൂഡിൽസ് അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഗ്രാമത്തിലൂടെ ഇപ്പൊ നമ്മുടെ ആന്റി ആവട്ടെ ഒരുപാട് പട്ടാളക്കാരുമായിട്ട് ആരെയോ അന്വേഷിച്ച് ഇപ്പൊ തെക്ക് വടക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ നൂഡിൽസ് കഴിക്കുന്നവൻ അവന്റെ പ്ലേറ്റ് ഒന്ന് മാറ്റുമ്പോഴായിരിക്കും ആളെ തിരിച്ചറിയുക. അത് മറ്റാരുമല്ല, സാക്ഷാൽ നമ്മുടെ കുട്ടപ്പൻ. ഒരു പാത്രം നൂഡിൽസ് മുഴുവൻ തിന്ന് തീർത്തിട്ട് കുട്ടപ്പൻ അടുത്ത പ്ലേറ്റ് നൂഡിൽസിന് ഓർഡർ ചെയ്യും. അപ്പൊ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആന്റി ആവട്ടെ അവനെ കണ്ടുപിടിക്കും. നമ്മുടെ ആന്റി അങ്ങനെ തന്നെ കുട്ടപ്പനെ കെട്ടിയിട്ട് ഇപ്പൊ വലിച്ചുകൊണ്ട് പോകും. ആളുടെ മുറിവും ക്ഷീണവും ഒന്നും കുറയാതെ നൂഡിൽസ് കഴിക്കാൻ പാടില്ല എന്ന ആന്റി ഒരുപാട് തവണ പറഞ്ഞതാണ്. അത് കേൾക്കാത്തതിനുള്ള പണിഷ്മെന്റ് ആണ് ഇപ്പൊ കുട്ടപ്പന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കട്ട് ചെയ്ത സാക്കുറ അവള് കുട്ടപ്പനെയാണ് ഒരുപാട് വിശ്വസിച്ചിരുന്നത്. ഞാൻ ഒരുപാട് കരഞ്ഞു പറഞ്ഞിട്ടും അവനെ കൊണ്ട് സാസുകയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചില്ല. ഞാൻ കൺഫ്യൂസ് ആകാൻ പാടില്ല, വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സമയത്ത്. എന്തായാലും കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അവനെ കൊണ്ട് സാസുകയെ തിരികെ കൊണ്ടുവരാൻ സാധിച്ചതുമില്ല. വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല. ഞാനും ലീഫ് വില്ലേജിലെ ഒരു സ്ട്രോങ് നിഞ്ചയാണ്. തീർച്ചയായിട്ടും ഞാൻ തന്നെ എന്റെ സാസുകയെ തിരികെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ട് അവളാവട്ടെ ബാഗൊക്കെ എടുത്ത് ഇപ്പൊ പോവാൻ റെഡിയാവും. കട്ട് ചെയ്താ ഇവിടെ ആന്റി ആവട്ടെ നമ്മുടെ കുട്ടപ്പനെ ബെഡിൽ കെട്ടിവെച്ച് അവന്റെ ബട്ടക്സിൽ നോക്കി ഇഞ്ചക്ഷൻ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തുപറ്റി? എന്തിനാ എന്നെ കെട്ടിയിട്ടേക്കണേ? എന്റെ മുറിവുകളൊക്കെ ഉണങ്ങി, എനിക്ക് എത്രയും പെട്ടെന്ന് സാസുകയെ കണ്ടെത്തണമെന്ന് പറയുമ്പോ അപ്പൊ ആന്റി പറയും, ഇത് ഷിനോബീസിനെ കെട്ടിയിടുന്ന നല്ല അടിപൊളി കയറാണ്. നീ എത്ര പെടച്ചിട്ടും യാതൊരു കാര്യമില്ല. ഇത് ഷിനോബികളെ കെട്ടിയിടുന്ന കയറാണ്. ഒരിക്കലും നിനക്കിത് തകർക്കാൻ കഴിയില്ല. നിന്റെ പുറത്തുള്ള മുറിവുകള് എത്ര കണ്ട് ഉണങ്ങിയാലും നിന്റെ ഇന്റേണൽ മുറിവ് അത് അത്ര പെട്ടെന്ന് ഉണങ്ങില്ല. അതിനൊരുപാട് നേരം നിനക്ക് റെസ്റ്റ് ആവശ്യമാണെന്ന് പറയുമ്പോ അതേ സമയത്ത് നമ്മുടെ സാക്കുര ആവട്ടെ അവിടേക്ക് കയറി വരും. അവളെ കാണുമ്പോ കുട്ടപ്പൻ, നീ പേടിക്കണ്ട, ഇവരെന്നെ വെറുതെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. ചെറുപ്പത്തിൽ ഞാൻ ഒരുപാട് വട്ടം ക്ലാസ്സിൽ തോറ്റിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഒരു മിഷന് തോറ്റു പോകുന്നത്. പക്ഷെ തീർച്ചയായിട്ടും അടുത്ത തവണ ഞാൻ ജയിച്ചിരിക്കുന്നു പറഞ്ഞ് ഇപ്പൊ കുട്ടപ്പനാവട്ടെ പൊട്ടിക്കരയാൻ തുടങ്ങും. അത് കേട്ട് നമ്മുടെ സാക്കുറയ്ക്ക് ഒരുപാട് വിഷമാവും. ഞാൻ കാരണമാണ് ഇതെല്ലാം ഉണ്ടായത്, നീ എന്നോട് ക്ഷമിക്കണം. എല്ലാരെയും പറഞ്ഞയച്ച് ഞാൻ ഒന്നും ചെയ്യാതെ വെറുതെ കരഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ ഇനി അങ്ങനെ ഇരിക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ തന്നെ അവനെ തിരികെ കൊണ്ടുവരുമെന്ന് സാക്കുറ പറയുമ്പോ അപ്പൊ കുട്ടപ്പന് ഫീലായിട്ട് അവളെ അങ്ങനെ നോക്കി നിൽക്കുമ്പോ പുറത്തുനിന്ന് മറ്റൊരു അപശബ്ദം കേൾക്കും. വാവ്, നീ പുറത്തേക്കൊക്കെ പോയെന്ന് കേട്ടല്ലോ. എവിടെ പോയതാ? നൂഡിൽസ് തിന്നാൻ പോയതാണോ എന്ന് ചോദിച്ചിട്ട് അവൻ കുട്ടപ്പന്റെ പഴം എല്ലാം തന്നെ ഇപ്പൊ അറഞ്ചം പൊറഞ്ഞ് തിന്നുകൊണ്ടിരിക്കുകയാണ് മാമൻ. അവൻ കുട്ടപ്പനെ തൊട്ടു നോക്കും. ഉഷടോ, എന്റെ കുട്ടപ്പൻ എന്തു പറ്റി? നീ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് ഞാൻ നിനക്ക് ട്രെയിനിങ് തരാമെന്ന് പറഞ്ഞ് മാമനാവട്ടെ വീണ്ടും കൈ കിട്ടിയതെല്ലാം തന്നെ അറഞ്ചം പൊറഞ്ഞ് തിന്ന് ഇപ്പൊ സാക്കുറ നടന്നു പോകുന്നത് ശോകമായിട്ട് നോക്കി നിൽക്കും. മാമൻ എന്തൊക്കെയോ മനസ്സിൽ കണക്കൊക്കെ കൂട്ടി ഇപ്പൊ ആന്റിയുടെ അടുത്തേക്ക് ചാടിക്കേറി വരും. കട്ട് ചെയ്ത അന്ന് രാത്രി കുട്ടപ്പൻ സാക്കുറ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വീണ്ടും ആലോചിക്കും. ഞാൻ തീർച്ചയായിട്ടും സാസുകയെ തിരികെ കൊണ്ടുവരും. ഓൾറെഡി അത്രയും പവറുള്ള കുട്ടപ്പന് പോലും സാസുകയെ കൊണ്ടുവരാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അവന്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് വളരെയധികം മോശമാണ്. അതായത് ഇപ്പൊ സാക്കുറ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവളെ അവൻ കൊന്നുകളയും. കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ ഒരു കയറ് കംപ്ലീറ്റ് ആയിട്ട് പൊട്ടിച്ചു കളഞ്ഞ് സാക്കുറയെ അന്വേഷിച്ച് ഇപ്പൊ പുറത്തേക്ക് പോവും. സാക്കുറ സാസുകയെ മാത്രം ഓർത്തുകൊണ്ട് ഇപ്പൊ ഗ്രാമത്തിന് വെളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നവള് പുറകോട്ട് തിരിഞ്ഞു നോക്കി അവളുടെ ഗ്രാമത്തിനെ അവസാനമായിട്ട് കാണും. പുറത്തേക്ക് എത്തുമ്പോ തന്നെ അവൾക്ക് മനസ്സിലാവും ചിലപ്പോഴേ അവൾക്കിനി ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുകയുള്ളൂ എന്ന്. അവള് ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങുമ്പോ തന്നെ ഇപ്പൊ കറക്റ്റ് ആയിട്ട് കുട്ടപ്പൻ അവിടേക്ക് വരും. പക്ഷെ തീർച്ചയായിട്ടും കുട്ടപ്പനെ അവൾക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. കാരണം അവന്റെ കണ്ടീഷൻ ഇപ്പൊ വളരെ മോശമാണ്. ഇനി അതല്ല, എന്നെ പിന്തിരിപ്പിക്കാനാണ് അവൻ വന്നതെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ വഴങ്ങില്ല എന്ന് അവള് മുഖത്ത് എക്സ്പ്രഷൻ ഇടുമ്പോ ഇവിടെ കുട്ടപ്പനാവട്ടെ ചിരിച്ചിട്ട് കുട്ടപ്പൻ പറയും, നിനക്കിഷ്ടമുള്ളത് നീ ചെയ്തോ, പക്ഷെ നിന്റെ കൂടെ എന്തിനും ഏതിനും ഞാനും കൂടെ ഉണ്ടാവും. നമ്മൾ എപ്പോഴും ഒരേ ടീമായിരുന്നു, ഒന്നിച്ചായിരുന്നു എല്ലാ മിഷൻസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ തീർച്ചയായിട്ടും ഞാൻ നിന്റെ കൂടെ തന്നെ വരുന്നു പറയുമ്പോ സാക്കുറയ്ക്ക് ഒത്തിരി സന്തോഷാവും. ആ സമയത്ത് അവിടേക്ക് ജിറയ അമ്മാവനും കൂടെ ചാടി വീഴുമ്പോ ഇവിടെ സാക്കുറ ആവട്ടെ ആളെ കണ്ട് വണ്ടടിക്കും. കാരണം ജിറയ മാമൻ ആള് വലിയൊരു സനിയനാണ്. അതിന് മാമൻ ദേഷ്യപ്പെട്ട് പറയും, നിങ്ങൾ രണ്ടുപേരും ഈ ഗ്രാമത്തിൽ നിന്ന് പുറത്തു പോകാൻ പാടില്ല. ഓൾറെഡി ഞാൻ കുട്ടപ്പന്റെ അടുത്ത് പറഞ്ഞു, എന്നിട്ടും രാത്രിയിൽ ആരും കാണാതെ അവനിപ്പോ ഗ്രാമത്തിന് പുറത്തു ചാടാൻ ശ്രമിക്കുന്നു. ദയവ് ഇത് ഞാൻ പറയുന്ന കേൾക്കണം,
പെർമിഷൻ ഇല്ലാതെ നിങ്ങൾ പുറത്തു പോയാ നിങ്ങൾ റോഡ് നിഞ്ചകളാണെന്ന് പറഞ്ഞ് അവര് തീർച്ചയായിട്ടും നിങ്ങളെ ജയിലിലടയ്ക്കും. അപ്പൊ കുട്ടപ്പൻ ചാടിയിട്ട് ഞങ്ങളെ തടയാൻ നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയും. അപ്പൊ മാമൻ ചിരിച്ചിട്ട് ഞാൻ ഒരിക്കലും നിങ്ങളെ തടയില്ല, കാരണം ഞാനിപ്പോ ഒരു മിഷനിലാണ്. ഞാൻ നിങ്ങൾക്ക് മുന്നേ സാസുകയെ കണ്ടെത്താനുള്ള ഒരു സീക്രട്ട് മിഷന് ഹൊക്കാഗെ ആന്റിയുടെ കയ്യിൽ നിന്ന് ഇപ്പൊ പെർമിഷൻ വാങ്ങിയിട്ടുണ്ട്. എന്റെ കൂടെ നിങ്ങൾ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യാതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നതിനപ്പുറമായിട്ട് ഒന്നും തന്നെ പ്രവർത്തിക്കാനും പാടില്ല എന്ന് ഇപ്പൊ മാമൻ പറയും. കുട്ടപ്പൻ ചാടി തുള്ളിയിട്ട് എന്നാലും നമ്മൾ പരസ്പരം സഹായിച്ചു എന്ന് പറഞ്ഞ് ഹായ് ആയിട്ട് അവർ മുൻപോട്ട് നടക്കും. കട്ട് ചെയ്താ ഇവിടെ സുനൈരാന്റി ആവട്ടെ, അവര് 3 പേരെ ഓർത്ത് ഇപ്പൊ കാർപ്പിച്ചു തുപ്പും. വാവ്, ഇത്രയും മണ്ടന്മാരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് അവള് കിടന്ന് പൊറുപിറുക്കുമ്പോ ആ സമയത്ത് നമ്മുടെ ഹൊക്കാഗെ ആന്റിയുടെ അടുത്ത് മാമൻ പറഞ്ഞ ആ ഒരു കാര്യം കാണിക്കും. മാമൻ അവളോട് പറയും, ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്കണം. നമ്മൾ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും തീർച്ചയായും കുട്ടപ്പനും സാക്കുറയും സാസുകയെ തേടിപ്പോവും. ഇതൊരു മിഷനാക്കി മാറ്റി അവരെ ലീഡ് ചെയ്യാൻ നീ എന്നെ അനുവദിക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അവരുടെ ജീവനെങ്കിലും രക്ഷിക്കാൻ സാധിക്കുമെന്ന് മാമൻ പറയും. അതിന് ആന്റി പറയും, ഒരു കണ്ടീഷൻ, എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് 2 പേർക്കും യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പാടില്ല. എന്റെ ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും എന്ന് പറഞ്ഞാണ് മാമൻ ഇപ്പോ അവരുടെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ മാമനും ടീമും ഇപ്പൊ കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സാക്കുറയ്ക്ക് തോന്നും സാസുക അവളുടെ മുൻപിലൂടെ ഇപ്പൊ നടന്നു പോകുന്നതായിട്ട്. അങ്ങനെ ഒരുപാട് നടന്ന് അവരിപ്പോ ലാൻഡ് ഓഫ് റൈസ് പാഡ്സിലെത്തും. അവിടെയാണ് ഹിഡൻ വില്ലേജിന്റെ ആ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്, അതായത് ഒറോച്ചിമാറുവിന്റെ ആ ഒരു ബ്രഹ്മാണ്ഡ താവളം. മാമൻ പറയും, നമ്മൾ കൺഫ്യൂസ് ആകാൻ പാടില്ല, വളരെയധികം ഫോക്കസ് ആയിരിക്കണം ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ. കുട്ടപ്പനാവട്ടെ അവരവിടെ എത്തുമ്പോ തന്നെ ഒറോച്ചിമാറുവിന്റെ ആൾക്കാര് അവരെ തല്ലിക്കൊല്ലാനായിട്ട് ഓടി വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ അവിടെ ഇപ്പോ ഒരു പട്ടിക്കുറുക്കം പോലും ഇല്ല. അതിന് മാമൻ പറയും, നമ്മൾ ഇതുവരെ കറക്റ്റ് ലൊക്കേഷൻ എത്തിയിട്ടില്ല. അതായത് ഹിഡൻ വില്ലേജിനോട് ചേർന്ന് കിടക്കുന്ന മറ്റൊരു വില്ലേജാണിത്. ഈ 2 ഗ്രാമങ്ങളും ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് ഒരേപോലെയാണ് മുൻപോട്ട് പോകുന്നത്. വാവ്, അങ്ങനെയാണല്ലേ കാര്യങ്ങള്. നല്ല കഥ കിളവാന്ന് കുട്ടപ്പൻ ജെറയമാമന് വിളിക്കുമ്പോ അപ്പൊ സാക്കുറ അദ്ദേഹമാണ് ലെജൻഡറി ലെവലിലെ ഒരു സെനിയൻ, നിനക്ക് കുറച്ചെങ്കിലും മര്യാദ ആൾക്ക് കൊടുത്തൂടെന്ന് ചോദിക്കുമ്പോ അതിന് കുട്ടപ്പൻ പറയും, ഈ കിളവൻ കാരണമാണ് എനിക്ക് ഈ അവസ്ഥയായത്. ഇയാള് സ്ത്രീ വിഷയത്തില് വളരെ മോശമാണെന്ന് പറയുമ്പോ ജെറയമാമന് കലി പിടിച്ച് ഇപ്പൊ അലറാൻ തുടങ്ങും. അപ്പൊ മാമൻ പറയും, എനിക്ക് ഇവിടം വരെ കറക്റ്റായിട്ട് റൂട്ട് അറിയുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങള് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. പക്ഷെ അതിനും ഐഡിയ എന്റെ കയ്യിലുണ്ട്. എന്തായാലും പെണ്ണുങ്ങളും ഫുഡും ഇല്ലാത്ത ഒരിടവും ഉണ്ടാവില്ല, അതുകൊണ്ട് തീർച്ചയായിട്ടും അതുപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാന്ന് പറയും. അപ്പൊ കുട്ടപ്പൻ, ഓ നിനക്കിപ്പൊ തന്നെ പെണ്ണ് വേണമല്ലേ, ഇതാണ് ഞാൻ പറഞ്ഞത്, ഇയാള് ശരിയല്ല എന്ന് ഇപ്പൊ സാക്കുറയുടെ ചെവിയില് വീണ്ടും കുട്ടപ്പൻ പൊറുവെറുക്കും. നമ്മുടെ മാമൻ അതൊന്നും ശ്രദ്ധിക്കാതെ ഒരുപാട് ചുന്ദരി പെണ്ണുങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ട് ഇപ്പൊ ആ ഒരു ഗ്രാമത്തിന്റെ വലിയ സിറ്റിയിലേക്ക് കടന്നു വരും. അവിടെ ചെല്ലുമ്പോ സുന്ദരിയായ പെണ്ണ് പോയിട്ട് ഒരു പെൺ പൂച്ചക്കുഞ്ഞിനെ പോലും അവിടെ കാണാനുണ്ടാവില്ല. അപ്പൊ മാമൻ എടുത്ത് ശ്വാസം വിടുമ്പോ കുട്ടിക്കൂറ പൗഡറിന്റെ മണം എവിടുന്നോ കിട്ടും. പെണ്ണിന്റെ മണം. പെണ്ണുണ്ട് അകത്ത്, തീർച്ചയായിട്ടും പെൺകുട്ടികൾ ഒരുപാടെണ്ണം ഉണ്ട്. ഞാൻ ഉള്ളിൽ പോയിട്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് വരാം, കുറച്ച് പൈസ തായോന്ന് ഇപ്പൊ മാമൻ കുട്ടപ്പനോട് ചോദിക്കും. അപ്പൊ കുട്ടപ്പൻ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറെ ചില്ലറ പൈസ വാരി മാമന്റെ കൈ കൊടുക്കും. മാമൻ ഇത് പോരാന്ന് പറഞ്ഞ് അവന്റെ പേഴ്സ് പിടിച്ചു വലിച്ചെടുക്കുമ്പോ ഇവിടെ സാക്കുറ ആവട്ടെ നമ്മുടെ പെണ്ണ് ഉദാര മനസ്കയാ, അവൾ അവളുടെ പേഴ്സ് എടുത്ത് ഇപ്പൊ മാമന് കൊടുക്കും. ഇപ്പൊ നമുക്ക് വേണ്ടത് ഇൻഫർമേഷനാ, കാശൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ നറൂട്ടോ എന്ന് പറയുമ്പോ അപ്പൊ മാമൻ കറക്റ്റ് പേഴ്സ് കൊണ്ടാ, ഇത് വലിയ മിഷനാണ്, ഞാൻ തന്നെ ചെയ്യാന്നും പറഞ്ഞ് ആളുടെ പൊന്തൻ ബാഗ് ഇപ്പൊ സാക്കുറയുടെ കൈ കൊടുത്ത് പെണ്ണിനെ തേടി അകത്തേക്ക് പോവും. പെണ്ണെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് മാമൻ അകത്തേക്ക് കയറുമ്പോ ഒരുപാട് പേര് ഇപ്പൊ മാമനെ തുറിച്ചു നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഉള്ളിലായിട്ട് 2 പെണ്ണുങ്ങളാവട്ടെ കറക്റ്റായിട്ട് ഒരുത്തനെ കിട്ടി. ഇന്ന് ഇവന്റെ കാര്യത്തില് നമുക്ക് തീരുമാനമാക്കണമെന്ന് പറയുമ്പോ മാമനാവട്ടെ ഒരു ടേബിളിൽ പോയി കുത്തിയിരുന്ന് കള്ള്, കഞ്ചാവ്, പെണ്ണ് എല്ലാവരും ഓടി വായോന്ന് പറഞ്ഞ് ഇപ്പൊ വിളിച്ചു പോവും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് ഒരു പാറപ്പുറത്തിരിക്കും. അവിടെ ഇരുന്നിട്ട് ഇനിയിപ്പോ എന്താ വേണ്ടേന്ന് അവര് ഗഹനമായിട്ട് ആലോചിക്കുമ്പോ കുട്ടപ്പൻ പറയും, നീ പൈസ കൊടുത്തത് അത് വലിയ മണ്ടത്തരമായിപ്പോയി. തീർച്ചയായും ആ പൈസ കൊണ്ട് അവൻ പുട്ടടിച്ച് പെണ്ണുങ്ങളുമായിട്ട് ജിങ്കാലാലയിൽ ഏർപ്പെടുമെന്ന് അവനിപ്പോ സാക്കുറയോട് പറയും. അതിന് സാക്കുറ
അത് സാരമില്ല, എന്നെ കൊണ്ട് ഒരുപാട് പേര് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുമ്പോ കുട്ടപ്പനാവട്ടെ, നമ്മൾ ഇങ്ങനെ തന്നെ ഇരുന്ന തീർച്ചയായിട്ടും നമ്മുടെ വില്ലേജിലെ ആളുകൾ വന്ന് എന്നെ കെട്ടിയിടും, എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോ ഇവിടെ മാമനാവട്ടെ പെണ്ണുങ്ങളുടെ ഇടയിൽ കിടന്ന് പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ മാമൻ പറയും ഉള്ളതിൽ വെച്ച് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ലിക്കർ കൊണ്ടുവരാൻ. അപ്പൊ ആ പെണ്ണ് തിരിഞ്ഞിട്ട് ഇപ്പൊ വേറെ ആരൊക്കെയോ അകത്തേക്ക് വിളിക്കും. മാമന്റെ ചുറ്റുമുണ്ടായിരുന്ന പെണ്ണുങ്ങള് അച്ചരം പൊച്ചറ ഓടുമ്പോ, നീ ഇത്ര വലിയ പണക്കാരനാണോ, നിന്റെ കയ്യിലുള്ള പണം മുഴുവൻ ഇവിടെ വെച്ചില്ലെങ്കിൽ എന്റെ പിള്ളേര് തീർച്ചയായിട്ടും നിന്നെ തട്ടിക്കളയെന്ന് പറയും. മാമനാവട്ടെ ഇപ്പൊ പേടിച്ച് വിറച്ച് അവിടെ ഇരിക്കും. ഇവിടെ കുട്ടപ്പനും പെങ്കൊച്ചും ഇപ്പൊ മാമനെ കാത്ത് നോക്കിയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ലോങ് ഷോട്ടിന്ന് ഇപ്പൊ 3-4 കത്തികള് കുട്ടപ്പന് നേരെ പാഞ്ഞു വരും. നമ്മുടെ ചെക്കൻ ഓൾറെഡി ഒരു അടിപൊളി നിഞ്ചയാണ്. അവൻ ആ കത്തി മുഴുവൻ തട്ടിവിട്ട് ഇപ്പൊ സാക്കുറയുമായിട്ട് മറഞ്ഞിരുന്ന് കത്തി എറിയാൻ തുടങ്ങും. അപ്പൊ മാസ്ക് ഇട്ട ഒരുത്തനെ കണ്ട് കുട്ടപ്പൻ ചോദിക്കും, നീ ഒറോച്ചിമാറുവിന്റെ ആളാണോ, ഞങ്ങളെ കൊല്ലാനാണോ നിന്റെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോ അവനാവട്ടെ ഒരു ബോംബ് ഇട്ട് അവിടുന്ന് ഓടിപ്പോവും. കുട്ടപ്പൻ പുറകെ ഓടാൻ നോക്കുമ്പോ സാക്കുറ ആവട്ടെ, കുട്ടപ്പ അനങ്ങല്ലേ, അവിടെ തന്നെ നിൽക്കുന്ന് ഇപ്പൊ അവന്റെ അടുത്ത് പറയും. അപ്പോഴായിരിക്കും കുട്ടപ്പൻ കാണുക അവൻ ഒരുപാട് സ്പൈക്സ് വലിച്ചെറിഞ്ഞിട്ടായിരിക്കും പോയിരിക്കുക. അതേ സമയത്ത് നമ്മുടെ മാമനാവട്ടെ തലയ്ക്ക് കൈയും വെച്ച് 100-110 അവിടേക്ക് ഓടി വരും. മാമന്റെ തൊട്ടു പിന്നാലെ ആ ഒരു ഗുണ്ടകൾ കൂടെ ഓടി വരുമ്പോ മാമനാവട്ടെ, കുട്ടപ്പ ഓടിക്കോ അല്ലെങ്കിൽ പണി കിട്ടുമെന്ന് പറഞ്ഞ് ഇപ്പൊ 3 പേരും ഓടാൻ തുടങ്ങും. കട്ട് ചെയ്താ ആ മാസ്ക് ഇട്ടവൻ ഏതോ ഒരു കാട്ടിലൂടെ ആരെയോ ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.